بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين أما بعد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني بردة بدي وأثبت الوجد خدي عبرة وظنا مثل البهار على خديك والعنم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇവിടെ രണ്ട് നീതിമാന്മാരായ സാക്ഷികൾ ഹാജരായിട്ടുണ്ട്. അതേതൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് ഇനി നിഷേധിക്കൊന്നും വേണ്ട. ഇനി നിഷേധിക്കാൻ പോകണ്ട. ആരോടോ അടങ്ങാത്ത അനുരാഗമുണ്ട്. മാത്രമല്ല ഇനി നിങ്ങൾ സമ്മതിക്കില്ലേ, ഇനിയും തെളിവുകളുണ്ട്. കാരണം നിങ്ങൾ കരഞ്ഞ് കരഞ്ഞ് ഇപ്പൊ ഏത് അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് അറിയോ? നിങ്ങളുടെ കരച്ചിലിന്റെ ഫലമായി നിങ്ങളുടെ അവസ്ഥ ഇപ്പം ഏത് രൂപത്തിലാണ്? ഇമ്മാതി രൂപത്തിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോടോ അടങ്ങാത്തൊരു പ്രണയം ഉണ്ട്. ഇപ്പോൾ കരഞ്ഞിട്ട് ഏത് അവസ്ഥയിലാണ് എത്തിയിട്ടുള്ളത്? അത് ഈ അവസ്ഥയാണ്. ഏതാണത്? وأثبت الوجد خدي عبرة وظنا مثل البهار على خديك والعنم. വഅസ്ബത സ്ഥാപിച്ചിരിക്കുന്നു, തീർത്തിരിക്കുന്നു, അൽ വജുദു തീവ്രാനുരാഗം, ഖദ്ദൈ രണ്ട് പാടുകൾ, രണ്ട് വരകൾ, അബ്റത്തിൻ കണ്ണീരിൻ്റെ, വലന അതുപോലെ തന്നെ അവശതയുടെയും, അലാ ഖദ്ദൈക നിന്റെ രണ്ട് കവിളുകളിൽ, ഏതുപോലെ? മിസ്ലൽ ബഹാർ ബഹാർ പുഷ്പം പോലെ, വൽ അനമി അനം ചെടിയെ പോലെയും. അത് അങ്ങനെ വെക്കലാണ് പിന്നെ ഒന്നും കൂടെ എളുപ്പം. അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത്, പെട്ടെന്ന് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ ഇമാം ബൂസൂരി തങ്ങൾ പറഞ്ഞത് ഇപ്പം എന്താണ്? ഇമാം ബൂസൂരി തങ്ങൾ പറയാണ് ഇവിടെ പിന്നെ വഅസ്ബത്തൽ വജ്ദു തീവ്രമായ അനുരാഗം ഇവിടെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്, അത് തീർത്തിട്ടുണ്ട്. എന്ത്? ഖദ്ദ് രണ്ട് പാടുകൾ, അബ്റത്തിൻ കണ്ണീരിൻ്റെ. അപ്പം കരഞ്ഞ് 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 രണ്ട് പാടുകൾ മുഖത്ത് വന്നിട്ടുണ്ട് അല്ലെ? കരച്ചിലിങ്ങനെ ഓവറാകുകയാണല്ലോ. ഇത് പ്രായം ഏതാണ്? ഈ പ്രായത്തിലാണ് ഈ രൂപത്തിൽ കരഞ്ഞ് 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 കണ്ണീരിൻ്റെ പാട് വരുന്ന രൂപത്തിൽ ഇമാം ബൂസൂരി തങ്ങൾ കരയുക തന്നെയാണ്. അപ്പോൾ ഈ കണ്ണുനീരിൻ്റെ പാടുകൾ, അതുപോലെ തന്നെയോ വലന ആകെ ഇപ്പൊ കരഞ്ഞ് കരഞ്ഞ് ശരീരമാകെ എന്തായിട്ടുണ്ട്? മെലിഞ്ഞൊട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ കണ്ണുനീരും ഈ ശരീരത്തിന്റെ മെലിച്ചിലും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. എന്താ സ്ഥാപിച്ചത്? നിങ്ങൾക്ക് ആരോടോ അടങ്ങാത്ത ഒരു അനുരാഗമുണ്ട് എന്ന്. അലാ ഖദ്ദൈക, അങ്ങനെ വെക്കുമ്പോൾ ഒന്ന് പെട്ടെന്ന് തിരിയും. അലാ ഖദ്ദൈക നിന്റെ രണ്ട് കവിളുകളിൽ, നിന്റെ രണ്ട് കവിളുകളിൽ പിന്നെ ശക്തമായ ഒരു അനുരാഗമുണ്ട്. എന്നാൽ മുഖം കണ്ടാൽ പറയാൻ പറ്റും നിങ്ങൾക്ക് ആരോടോ അടങ്ങാത്ത സ്നേഹമുണ്ട്. കാരണം കരഞ്ഞ് കരഞ്ഞ് നിങ്ങളുടെ മുഖത്ത് പാടുവരെ വന്നു പോയിട്ടുണ്ട്. അതേതുപോലെ മിസ്ലൽ ബഹാർ ബഹാർ പുഷ്പം പോലെ, വൽ അനമി അനം ചെടിയെപ്പോലെയും. എന്ന് പറഞ്ഞാൽ ഇവിടെ ശരീരം അല്ലെ ആകെ പിന്നെ മെലിഞ്ഞൊട്ടിയിട്ടുണ്ട്. അതേതുപോലെ ബഹാർ പുഷ്പം പോലെ ആയിട്ടുണ്ട്. എന്താ ഈ ബഹാർ പുഷ്പത്തിന്റെ പ്രത്യേകത? ബഹാർ പുഷ്പം എന്ന് പറഞ്ഞാൽ അറബി നാടുകളിൽ കാണുന്ന മഞ്ഞ നിറത്തിലുള്ള ഒരു ചെടിയാണ്, അല്ലെ ഒരു പൂവാണ്. മഞ്ഞ നിറത്തിലുള്ള ഒരു പൂവാണ്. ആ പൂവിന്റെ നിറം മഞ്ഞയാണ്. അപ്പൊ ആ മഞ്ഞ നിറം പോലെ എന്തായിട്ടുണ്ട്? ശരീരമാകെ മെലിഞ്ഞൊട്ടിയിട്ട് മഞ്ഞ കളറായിട്ടുണ്ട്. അതിപ്പോ നമുക്ക് പെട്ടെന്ന് ഓടാം. ഏത് പറയാ? ഒരു മഞ്ഞപ്പിത്തം പിടിച്ച ഒരാളെ നോക്കിയാൽ മതി അല്ലെ? മഞ്ഞപ്പിത്തൊക്കെ പിടിച്ച ശരീരം ആകെ മഞ്ഞളിച്ച് ആകെ മെലിഞ്ഞൊട്ടി പിന്നെ ആകെ അവശത അനുഭവിക്കുക നമുക്ക് ബോധ്യപ്പെടും. നമുക്ക് തിരിയാൻ അങ്ങനെ പറഞ്ഞാൽ മതി. ഇവിടെ പറഞ്ഞ് ആ മഞ്ഞ ഏതുപോലെയാണ്? മഞ്ഞ ബഹാർ പുഷ്പം പോലെ എന്നാണ് ശരീരം. ഒരു മഞ്ഞപ്പിത്തം പിടിച്ച ആളെ നമ്മൾ സങ്കല്പിച്ചാൽ മതി. അപ്പൊ ആ രൂപത്തിൽ എന്തായിട്ടുണ്ട്? ഈ തീവ്രമായ അനുരാഗം ഇമാം ബൂസരി തങ്ങളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്.
വൽ അനം, അനം ചെടിയെപ്പോലെയും. അനം ചെടി എന്ന് പറഞ്ഞാൽ അതും അറബി നാടുകളിൽ കാണുന്ന ചുവന്ന നിറത്തിലുള്ള ഒരു പുഷ്പമാണ്, അല്ല അതൊരു ചെടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ആ ചുവപ്പ് നിറമുള്ള അനം ചെടിയോട് എന്ത് ഇമാം ബൂസൂരി തങ്ങളുടെ കരച്ചിലും, കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരൊക്കെ ആകെ, അല്ല നമ്മൾ പറയില്ലേ കരഞ്ഞ് കണ്ണൊക്കെ ഇങ്ങനെ ചുവന്ന് തൊടുത്തിട്ടുണ്ട് അറിയും. ചില ആൾക്കാർക്ക് കണ്ട് കരയുമ്പോഴത്തേക്ക് കുറച്ച് നിറമുള്ള വെളുപ്പുള്ള ആളുകളാണ് പെട്ടെന്ന് കരയുമ്പോഴത്തേക്ക് കണ്ണൊക്കെ മുഖമൊക്കെ കണ്ട് ചുവന്ന് വല്ലാത്തൊരു അവസ്ഥയാകും. പക്ഷെ ഇതിപ്പോ എന്താ നമുക്കാണ് വൃദ്ധം കിട്ടില്ല. അപ്പൊ എന്നതുപോലെ കരഞ്ഞ് കരഞ്ഞ് ഇമാം ബൂസൂരി തങ്ങളുടെ മുഖമൊക്കെ ഈ കണ്ണുനീരിപ്പ് എന്തായിട്ടുണ്ട്, ചുവപ്പ് നിറത്തിലായിട്ടുണ്ട്. അപ്പം ആ കണ്ണീരിപ്പ ചുവന്ന കണ്ണുനീരാണ്, അനം ചെടിയെപ്പോലെ ചുവന്ന കണ്ണുനീരാണ് വരുന്നത്. ശരീരം നോക്കുകയാണെങ്കിലോ അത് ബഹാർ പുഷ്പം പോലെ മഞ്ഞ നിറത്തിലാണ് ശരീരമൊക്കെ ആകെ പിന്നെ മെലിഞ്ഞൊട്ടിയിട്ട് ഉള്ളത്. അപ്പം ഇതൊക്കെ അറിയിക്കുന്നുണ്ട്, ഇതൊരു ചെറിയൊരു കരച്ചിൽ കൊണ്ടോ ചെറിയൊരു അനുരാഗം കൊണ്ടോ ഈ ഒരു അവസ്ഥയിലേക്കൊന്നും എത്തൂല. അതുകൊണ്ട് നിങ്ങൾ പറയണം, നിങ്ങൾ സമ്മതിച്ചേ മതിയാകൂ, നിങ്ങൾക്ക് ആരോടോ ഒരു അനുരാഗമുണ്ട്. ഇമാം ബൂസൂരി തങ്ങൾ അമിൻ തദക്കുരി റാനിം ബിദി സലം, ലൂസലമിലെ അയൽവാസികളെ ഓർത്തിട്ടാണോ എന്ന് ചോദിച്ച് ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ കൊണ്ടുവന്നിരുന്നു ഇമാം ബൂസൂരി തങ്ങൾ. ഇനി അതിനുള്ള മറുപടി ഇൻഷാ അല്ലാഹ് ഉണ്ടോ ഇല്ലേ, സമ്മതിക്കോ ഇല്ലയോ, നമുക്ക് നാളെ കാണാം. ഇമാം ഒന്നാമത്തെ വരി മുതൽ തുടങ്ങിയ ചോദ്യമാണ്. ആ ചോദ്യം ദൂസലമിലെ അയൽവാസികളെ ഓർത്തിട്ടാണോ, കാളിമയിൽ നിന്നുള്ള ആ അവിടുത്തെ ഓർമ്മകളാണോ, അവിടുത്തെ സംഭവങ്ങളൊക്കെ ആണോ, പിന്നെ അങ്ങനെ ഓരോന്നും ചോദിച്ച് ഇമാം ബൂസൂരി തങ്ങൾ ഇതുവരെ കൊണ്ടെത്തിച്ചു. ഇങ്ങനൊക്കെ ഉണ്ട്, ഇപ്പൊ നിങ്ങൾ അവസ്ഥ ഈ രൂപത്തിൽ എത്തിയിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് മറച്ചു വെക്കാൻ കഴിയൂല കേട്ടോ, ഇനിയും നിങ്ങൾ മറച്ചു വെക്കരുത്. നിങ്ങൾക്ക് ആരോടോ അനുരാഗമുണ്ട്, ആ അനുരാഗത്തിന്റെ സമ്മതിക്കലാണ് ഇൻഷാ അല്ലാഹ് അടുത്ത വരി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അല്ലാഹു തആല ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു തആല പൂർത്തിയാക്കി തരുമാറാകട്ടെ. വെറുതെ പഠിതാക്കളാകുന്ന എല്ലാവരുടെയും എല്ലാ സദുദ്ദേശങ്ങളും പൂർത്തിയാക്കി, എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ടെൻഷനും ബുദ്ധിമുട്ടും ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ആ ദുആ ചെയ്യാൻ വേണ്ടി വെറുതെ പഠിതാക്കളിൽ നിന്ന് പലരും പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്ത് ഉദ്ദേശം വെച്ചാണ് അവർ പറഞ്ഞ ആ ഉദ്ദേശം അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുക്കുമാറാട്ടെ. എന്ത് വിഷമം, മാനസികമായി ശാരീരികം എന്ത് വിഷമമുണ്ടോ, പ്രയാസമുണ്ടോ, രോഗമുണ്ടോ, കടമുണ്ടോ, നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധിയിൽ നിന്നും അല്ലാഹു തആല ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർക്കത്ത് കൊണ്ട്, ഇമാം ബൂസൂരി തങ്ങളെ ബർക്കത്ത് കൊണ്ട്, ബുർഉദ്ദ എന്ന ഈ ബുർദയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല എല്ലാ വിഷമങ്ങളും രോഗങ്ങളും പ്രത്യേകമായി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം മരണപ്പെട്ടവരെ ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ, അള്ളാഹു ഖബർ സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിമമാരെ ഓർമ്മപ്പെടുത്താം. ഇൻഷാ അല്ലാഹ് നമ്മളെ വരികൾ കുറഞ്ഞ ദിവസം, പിന്നെ ചിലപ്പോൾ ചില വരികളൊക്കെ വിശദമായി പറയേണ്ടി വരും, ചിലതൊക്കെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ കാരണം അത്ര വിശദീകരിക്കേണ്ടി വരില്ല. അപ്പം അത്തരം വരികളൊക്കെ വരുമ്പോൾ പിന്നെ ഇൻഷാ അല്ലാഹ് കൂട്ടത്തിൽ ദുആ വസിയത്തും ഉൾപ്പെടുത്തി ദുആ ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാഹ് വരികൾ കൂടുന്ന സമയത്ത് പിന്നെ കൂടുതലായി ദുആ ചെയ്യാൻ നമുക്ക് അത് തന്നെ കുറേ ഉണ്ടാവുമല്ലോ. അപ്പോൾ പഠിതാക്കളുടെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ടാണ് പരമാവധി വിശദീകരണം പറയുന്നുണ്ട്, എന്നാലും കുറക്കുന്നത് ഇൻഷാ അല്ലാഹ്. പിന്നെ ബുറുദയാണ്, അത് നമുക്ക് കേൾക്കുമ്പോൾ എന്തായാലും ഒരു മടുപ്പോ വെറുപ്പോ നമുക്ക് തോന്നൂല. കേൾക്കുന്നവർക്കും അത് എഴുതുന്നവർക്കൊക്കെ ഒന്നും കൂടെ കുറച്ചും കൂടെ എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പരമാവധി കുറക്കുന്നുണ്ട്. എന്നാലും നിങ്ങൾക്കൊക്കെ തിരിയാനും പിന്നെ മനസ്സിലാകാനും പറ്റുന്ന രൂപത്തിൽ വിശദീകരിക്കുന്നുമുണ്ട്. അല്ലാഹു തആല എല്ലാം കബൂലാക്കി സ്വീകരിക്കുമാറാകട്ടെ. ഇനിയും ഒരുപാട് കാലം ബുർദക്ക് സേവനം ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണ്ട രൂപത്തിൽ മഹബത്ത് വെക്കാനും സ്നേഹിക്കാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. الحمد لله